ഹലോ ഗായ്സ്, വെൽക്കം ടു നസ സ്റ്റോറീസ്. ഇന്ന് ഞാൻ എൻ്റെ സിസ്റ്ററിനായിട്ട് ഒന്ന് ഔട്ടിങ്ങിന് ഇറങ്ങിയതായിരുന്നു. അങ്ങനെ എൻ്റെ കഴിഞ്ഞു പോയ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ ഒന്ന് റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പെരിന്തൽമണ്ണയുള്ള പർപ്പിളിലെത്തി. ദെൻ ഞാൻ അവിടുത്തെ കളക്ഷൻസൊക്കെ ചെക്ക് ചെയ്തു. നല്ല ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ പാക്ക് ചെയ്തു. അങ്ങനെ മിററിൽ നോക്കി കുറച്ച് നേരം പട്ടിഷ ഇറക്കി. ടൈം പോയത് അറിഞ്ഞില്ല, പേയിങ് ടൈമായി. ഞാൻ അപ്പോൾ തന്നെ പോയി പേ ചെയ്തു. അങ്ങനെ കടയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നിൽക്കുമ്പോഴാണ് ആലോചിച്ചത് സിസ്സിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ സിസ്സിനൊരു ചാലഞ്ച് പ്ലസ് ഗിഫ്റ്റ് സെറ്റാക്കാം. അങ്ങനെ ഞാൻ പോയി പറഞ്ഞപ്പോൾ സിസ് ഓടിപ്പോയി സാധനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ടൈം ഇപ്പോൾ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ സിസ് ഓടിക്കൊണ്ടിരിക്കുന്നു. ബട്ട് ഞാൻ ടൈമർ ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല. എടുത്ത സാധനങ്ങളും ഗിഫ്റ്റും ഞാൻ പേ ആക്കി. അങ്ങനെ മാർക്കറ്റ് സിറ്റിയിൽ വന്ന് അങ്ങനെ മാർക്കറ്റ് സിറ്റിയിലെ ഫുഡ് സ്പോട്ടിലെത്തി. എന്നിട്ട് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയ ബ്രൗണി അങ്ങോട്ട് എടുത്തു. പിന്നെ ഗൈസ്, ഞാൻ എപ്പോൾ വന്നാലും എടുക്കുന്ന ഒരു ഫേവറേറ്റ് ആയ ബ്രൗണി പ്ലസ് ഐസ്ക്രീമാണ് കേട്ടോ അത്. പിന്നെ ഞാൻ എൻ്റെ ടേബിളിലൊക്കെ പോയിരുന്ന് കുറച്ച് നേരം ഇങ്ങനെ ആസ്വദിച്ച് ഐസ്ക്രീം പ്ലസ് ബ്രൗണി കഴിച്ചു. അങ്ങനെ മാക്സിൽ ജസ്റ്റ് ഒരു വിൻഡോ ഷോപ്പിങ്ങിന് കയറിയതാണ്. അങ്ങനെ ഞാനൊരു ടീഷർട്ട് എടുത്തു. ഇതും കഴിഞ്ഞിട്ടൊക്കെ ഒരു തൃപ്തി തോന്നില്ല. അങ്ങനെ ഞാൻ ആ മിനിസോയിലേക്ക് അങ്ങോട്ട് പോയി. അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു ജേണലും ബ്ലഷും എടുത്തു. സിസ്സിനും കുറച്ച് ഐറ്റംസ് എടുത്തു. അങ്ങനെ ഞാനും എൻ്റെ സിസ്സും നല്ല മധുരപ്രിയരാണ്. അതിനാൽ ഞങ്ങൾ പോയി അവിടുന്ന് ഒരു കേക്കും വയറ്റിലാക്കി. അങ്ങനെ ഞാനൊരു ഫോട്ടോ ഒക്കെ ചാമ്പി വാങ്ങിയ ഗിഫ്റ്റ് സിസ്സിനോട് കൊടുത്തു. എൻ്റെ ക്ലാസ്സിലുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ടിനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഈ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സിസ് വേഗം സമ്മതിക്കുകയൊക്കെ ചെയ്തിട്ടോ. സിസിനൊരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തപ്പോൾ സിസ് അറിയുന്നത് തന്നെ. ഞാനും ഹാപ്പി, സിസും ഹാപ്പി. നിങ്ങൾ ഹാപ്പി ആയിരിക്കും ഗൈസ്. ബൈ.